ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഇന്ന് നമ്മുടെ റഷീന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. അപ്പോൾ റഷീനാൻ്റെ മെഹന്തി ലുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മേക്കപ്പിൻ്റെ ഒരു വീഡിയോ കേട്ടോ. ചെറുതാണ്, ഞാൻ 2-3 കട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ റഷീനാനെ ഇരുത്തിയിട്ട് ഞാൻ എന്തൊക്കെ പറയേണ്ടത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. റഷീനാൻ്റെ മെഹന്തി ലുക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ പാക്കിൻ്റെ PACയുടെ മിനി ഫൗണ്ടേഷൻ ആട്ടാ ഇത്. എൻ്റെ കുറേ പേര് ചോദിക്കാറുണ്ട് ഏതാ നല്ല ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റണതെന്ന്. അപ്പോൾ ഞാൻ നല്ല ഫൗണ്ടേഷൻ പറയുന്ന സമയത്ത് ഇത് 1000 രൂപ അതിൽ കൂടുതൽ റേറ്റ് വരുന്ന ഫൗണ്ടേഷൻ ആയിരിക്കും നല്ലത് പറയാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എല്ലാവർക്കും വാങ്ങാൻ പറ്റി എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. എല്ലാവർക്കും വാങ്ങാനും കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൂടിയായിട്ടാണ് ഞാൻ പറയാൻ പോണത്. ഇത് PACയുടെ മിനി ഫൗണ്ടേഷൻ ആട്ടാ. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 ml ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഇപ്പോൾ സെയിം ഷെയ്ഡ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഇത് നല്ല നമ്മളെ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അതുകൊണ്ട് നല്ല ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നൈക്കയിലുണ്ടാവും. റഷീനും ഞാനും 7ാം ക്ലാസ് മുതലേ നല്ല ഫ്രണ്ട്സ് ആട്ടാ. അപ്പോൾ ഇന്ന് നമ്മുടെ റഷീനാൻ്റെ മെഹന്തി ലുക്കാണ്. റഷീനാനെ കുറച്ചിങ്ങനെ വായ അടച്ച് മിണ്ടാണ്ടിരുത്താൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കണ്ണടച്ചിരിക്ക്, മിണ്ടാതിരിക്ക്, വായടച്ചിരിക്കുക എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഓർമ്മിപ്പിക്കണം. അവൾ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. റഷീന മേക്കപ്പ് ഒന്നും ഇടലില്ല കേട്ടോ. അവൾ ആകെ ഒരു പൗഡറും പിന്നെ ഒരു ഐലൈനർ മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ അവളെ നമ്മൾ പിടിച്ചിരുത്തി മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓവർ മേക്കപ്പ് ഒന്നും ഇന്ന് കൊടുക്കുന്നില്ല. പിന്നെ റഷീനാൻ്റെ കൂടെ റെഡിൽ ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവളെനിക്ക് പോയിട്ട് ഫോട്ടോ അയച്ചു തന്നു. അതൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി റെൻ്റൽ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കിയതാണ്. റെൻ്റൽ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തത് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ ഇട്ടാണ്. നമ്മൾ ടൗണിലേക്കൊന്നും പോകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റഷീന നല്ല വർത്താനം പറയുന്നത്. ഞാൻ അവളുടെ വീഡിയോ ഇവിടെ കൊടുക്കാട്ടോ. വർത്താനം പറയണതിൻ്റെ അതിൽ ഞാൻ വീഡിയോ ഫാസ്റ്റാക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവൾ അത്രയും എക്സ്പ്രഷനും കൈ കൊണ്ടും കാലം കൊണ്ടും എന്നൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റഷീനാനെ റെഡിയാക്കി പിന്നെ ഞാൻ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ബ്ലഷ് മാത്രം ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് റഷീനാൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ബാക്കി നമുക്ക് ഓഡിറ്റോറിയത്തേക്ക് പോയിട്ട് കാണാം. ഹസ്ബൻഡാ കുട്ടിയായിട്ട് കുട്ടീന്റെ പിന്നാലായി. ഏകദേശം അതും അടി കിട്ടും. വെള്ളം കുടിക്കുക. ഗ്ലാസ് വെച്ചൂടെ? ഓ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അസീബിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനി കാണുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയിരിക്കും കേട്ടാ. കല്യാണ ദിവസത്തെ വേറത്തൊരു നീ വേണ്ട അല്ല നീ അവിടെ ഇരുന്നോ. റഷീനാന്റെ കല്യാണ ദിവസമാണ് ഗൈസ്. അതെന്താ ഫോക്കസ് ആവത്ത്? അവള് 4 മണിക്ക് എണീച്ച് കുളിച്ച് എല്ലാം സെറ്റാക്കി. പക്ഷെ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നത് 6 മണിക്ക്. എന്നെ ഇടങ്ങേറാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചില്ല. ഞാൻ ആഴ്ച എന്തായാലും വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അലാറം വെച്ചില്ല. അങ്ങനെ റഷീന ലാസ്റ്റ് വന്നിക്കാണ്. ജാസ്മിൻ കൂടെ വരും നമുക്കൊരു കമ്പനിക്ക്. റഷീനാൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഒരു സാരി ആയിട്ടൊരു ബ്ലൂ ഗ്രീൻ പോലത്തെ ഒരു സാരിയാണ്. റഷീനാൻ്റെ ഫേസ് മേക്കപ്പ് തുടങ്ങാം. ഞാൻ റഷീനാൻ്റെ ഓർണമെൻറ്റ്സ് അയച്ചിട്ടാ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഇതാണ് റഷീനാൻ്റെ ഓർണമെൻറ്റ്സ്. നമ്മൾ ഇന്നലെ ഇട്ടൊരു മാല കേട്ടോ. ഇത് ഇന്ന് ബ്ലൂ സാരിയാണല്ലോ. അപ്പോൾ ബ്ലൂ കല്ല് ഈ സാധനം നമ്മൾ ചിലപ്പോൾ ചെയ്തുള്ളൂ.
പിന്നെ ബാംഗിൾസ്, അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം എൻ്റെ ഓർണമെൻറ്റ്സ് ഇത്രേ ഉള്ളൂ. നമുക്കൊരു മേക്കപ്പ് ഐബ്രോ ത്രെഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ റിമൂവ് ആക്കട്ടെ. ഫേസിൽ നിറയെ അത്യാവശ്യം ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് റിമൂവ് ആക്കിയിട്ട് നമുക്ക് ബാക്കി പ്രപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങും. റെഡിയായി, ബ്രൈഡ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതുണ്ടോ എൻ്റെ പ്രൊഡക്റ്റ് മക്കുന്ന അസ്മി കാണിച്ചിറങ്ങി. ഒരു കുഞ്ഞു കവറിൽ കല്യാണമാണ് ഗൈസ്. വന്നിട്ടുണ്ട്. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു. ഋഷിനെ സ്റ്റേജിൽ കയറി. പിന്നെ നമ്മൾ പുറത്തുപോയിട്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് മടി ഞാൻ യൂട്യൂബ് ചാനൽ ഇടുമെന്ന് പറഞ്ഞിട്ട്, എന്നാലേ അവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നിക്കാഹ് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞതും നമ്മൾ നേരെ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അസീബിൻ്റെ കൂടെ വീട്ടിൽ പോയി. ഇനിയുള്ളത് ബാക്കി വീട്ടിൽ കാണാം. ഞാൻ കടന്നുറങ്ങി. ഇപ്പോൾ ടൈം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെയും വർക്ക് ഉണ്ട്, തിങ്കളാഴ്ച റിപ്പബ്ലിക് ഡേക്ക്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വൃത്തിയാക്കി എൻ്റെ ട്രോളിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈമിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ എൻ്റെ വീഡിയോ ഇന്നത്തെ വലിയൊരു സുഖമുണ്ടല്ല, ഇവിടെ ഒരു കട്ടായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു എൻഡിങ്ങെങ്കിലും മര്യാദക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്താട്ടോ. അപ്പം ഞാൻ രാവിലെ മേക്കപ്പ് വർക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് കടന്നുറങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ പെട്ടികളൊന്നും വൃത്തിയാക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യണത്. പിന്നെ നമുക്ക് നാളെ അവർക്ക് വരുന്നത് ഹിജാബ് ലുക്ക്. അപ്പോൾ നമുക്ക് ഹെയർ ആക്സസറീസ് ഒന്നും വേണ്ട, മെഷീൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഞാൻ എനിക്കിപ്പോൾ ഇവിടെ വെക്കാം. 8 മണി ഇടക്കിടക്ക് ശരിയാക്കിയിട്ടാണ് എടുത്ത് വെക്കാൻ. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ബ്ലഷ് കാണിച്ചു തരാം കേട്ടോ. ബ്രൈറ്റ്സിനും യൂസ് ചെയ്യാം, നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാം. രണ്ടാണെങ്കിലും അടിപൊളിയാണ്. ഞാൻ ന്യൂഡ് സ്റ്റിക്കിൻ്റെയാണ് ബ്ലഷ് ബ്രൈഡിന് യൂസ് ചെയ്തിട്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് കുറച്ച് സൂപ്പറായിട്ട് തോന്നിയത് ഡേ ബ്ലഷാണ്. ഈ ഒരു ബ്ലഷാണ് നല്ലൊരു ബ്ലഷാട്ടാ, നല്ലൊരു കളറുമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 05 ചീക്ക് ഓ പിങ്ക് ആണ്. നല്ലതാണ് ഇത്. നിങ്ങൾ വാങ്ങിക്കോളൂ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബ്ലഷൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എണ്ണ വാങ്ങിക്കോളൂ. നമുക്ക് മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ ബ്ലഷ്. ഞാൻ ശരിക്കും ഇപ്പോൾ കുറേ ആയിട്ട് ബ്ലഷ് മാത്രം ഇട്ടിട്ടൊക്കെ കേട്ടോ പുറത്ത് പോകല്. കാരണം വേറെ എന്തെങ്കിലും ഇടുമ്പോഴൊക്കെ ഒരുമാതിരി ഫീൽ ചെയ്യാൻ. പക്ഷെ ബ്ലഷും ലിപ്സ്റ്റിക്കും ഇട്ടെന്ന് വെച്ചാൽ കണ്ണുപോലെ എഴുതണ്ട, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും എനിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ബ്ലെൻഡിലെ ഡെയിലി വ്ളോഗ്. കുറച്ചൊരു ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. പിന്നെന്താണ്, പിന്നെ എന്നിൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ മേക്കപ്പിൻ്റെ വീഡിയോസ് മാത്രം ചായ കുടിക്കുന്നതും ചോറ് കഴിക്കണമെന്നും ചെയ്യണ്ട. എനിക്ക് ബ്രഷ് വൃത്തിയാക്കണം. എൻ്റെ അമ്മ നാളെ കോഴിക്കോട് പോകണം. അതുകൊണ്ട് എൻ്റെ അമ്മായിൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്നാണ് അവരെല്ലാവരും പോണത്. അപ്പം അങ്ങോട്ട് വയ്ക്കണം. നാളെ രാവിലെ അവർ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ പോയി നാളെ രാവിലെ കോഴിക്കോട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് നിന്നെന്ന് വെച്ചാൽ എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഈ സാധനമൊക്കെ തീർത്തിട്ട് ഇതൊക്കെ പെട്ടിയിലാക്കിയിട്ട് വേണം എനിക്ക് കടന്നുറങ്ങാൻ. എൻ്റെ കണ്ണൊക്കെ ചത്ത് നിൽക്കണം. അപ്പോൾ ഞാൻ എന്തായാലും വ്ളോഗ് നിർത്തിയിട്ട് എൻ്റെ പണി ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടു. നാളെ ഞാൻ മേക്കപ്പ് വർക്കിൻ്റെ എന്തായാലും വ്ളോഗ് ഇടും. അപ്പോൾ നാളത്തെ വ്ളോഗിൽ കാണാം. നാളെ ആയിരിക്കില്ല, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.
ഇനി അടുത്ത വ്ളോഗിൽ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.